ഹലോ. അതെ, നമുക്കൊന്നൊരു ഇടിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ. ഭയങ്കര സോഫ്റ്റായിട്ട് മുട്ടക്കറീൻ്റെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും വെജിറ്റബിൾ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള, നിങ്ങൾക്ക് എത്രയാണ് ഉണ്ടാക്കേണ്ടത് അത്രയും ആവശ്യത്തിനുള്ള പൊടി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് നന്നായിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ ശരിയാക്കണ്ടേ. അതിനും ചൂടുവെള്ളം കേട്ടോ വേണ്ടുന്നത്. ചെറിയ ചൂടുവെള്ളമല്ല, നല്ല ഇതുപോലെ വെട്ടി തിളയ്ക്കണം ചൂടുവെള്ളം. ആ ചൂടുവെള്ളത്തിനകത്തോട്ട് കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കുമല്ലോ. ഇത് നമ്മളുടെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൈയിട്ടിളക്കല് നല്ല തിളച്ച വെള്ളമാണ്. ഒരു സ്പൂണിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതേപോലെ മിക്സ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂർ. ഈ തിളച്ച വെള്ളമല്ലേ, അത് നമുക്ക് കൈയിടാൻ പാകത്തിൽ വരെ തണുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ അങ്ങ് പ്രസ് ചെയ്യുക. കുഴയ്ക്കാവുന്ന ചപ്പാത്തിക്ക് കുഴയ്ക്കത്തില്ല, അതേപോലെ ഇത് നമ്മുടെ കൈ തൊടാൻ പറ്റുന്ന ചൂടാണ് കേട്ടോ. ഇങ്ങനെ ഭയങ്കര പൊള്ളുന്ന ചൂടൊന്നുമല്ല. അതുവരെ തണുക്കാൻ വെക്കുക. അപ്പോഴത്തേക്കിനും മാവൊക്കെ ഒന്ന് വെന്ത് വരും. ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഭയങ്കര സോഫ്റ്റായിരിക്കും കേട്ടോ. ഇനി വേറെ പരിപാടി ഒന്നും ചെയ്യാനില്ല. ഇനി ഈ ഒരു മാവ് നമുക്ക് നമ്മളുടെ സേവനാഴി എന്നല്ല പറയുക, അതിലേക്ക് പിന്നെ തേങ്ങയും നമ്മുടെ ഇഡ്ഡലി ചെമ്പ് വെക്കുക. എന്നിട്ട് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉരുള പിടിച്ച് അതിനകത്ത് വെച്ച് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ കറക്കി എടുക്കാണ്ട്. നല്ല പ്രഷർ കൊടുക്കുകയൊന്നും വേണ്ട. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പീഡ് ഉണ്ടാവും. ഇത് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതാണെങ്കിലും നല്ല സ്മൂത്തായിട്ട് നമുക്ക് പ്രഷറൊന്നും കൊടുക്കാണ്ട് കൈയൊന്നും വേദനിക്കാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഫുള്ള് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തേങ്ങ ആവശ്യമുണ്ടെങ്കിൽ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്. നൂൽപുട്ട് എന്നൊക്കെ പറയുമല്ലേ. അപ്പം ഭയങ്കര ടേസ്റ്റിയാണ് ചൂടോടെ കഴിക്കാനായിട്ട് കേട്ടോ. അതുപോലെ നല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ 1 2 5 6 ഒക്കെ ഇടിയപ്പം കഴിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ സൂപ്പർ ഇടിയപ്പം ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുക്കൂ. ഓൾറൈറ്റ്, താങ്ക് യു.